നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്വപ്നങ്ങളെ കുറിച്ചാണ് കേട്ടോ. പലതരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമുക്ക് സന്തോഷം തരുന്ന സ്വപ്നങ്ങളുണ്ട്, സങ്കടം തരുന്ന സ്വപ്നങ്ങളുണ്ട്, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, ഇതൊക്കെ പലരും കാണും. അപ്പോൾ ആ കാണുന്ന സമയത്ത് അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നും കൂടെ ചിലർ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ മത്തനും വെള്ളരിയും ഒക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്ന് അറിയില്ല, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് തന്നെയാണ് കേട്ടോ. ഗുരുവായൂരമ്പലം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫലം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഇന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഇന്നലെ തന്നെ വീഡിയോ ഉണ്ടായിരുന്നില്ല. ഇന്നലെ കുഞ്ഞാവയ്ക്ക് മാധവനുണ്ടല്ലോ, മാധവന് വയ്യാതിരിക്കുകയായിരുന്നു. ജലദോഷവും പനിയും ചുമയൊക്കെയാണ്, പക്ഷെ അത് കുറച്ച് അധികമായിട്ട് വന്നു. അപ്പോൾ കുട്ടിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അപ്പം മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ പോയിരുന്നു ഡോക്ടറെ കാണിക്കാനായിട്ട്. എന്നിട്ട് കുറവൊന്നും വന്നില്ല കേട്ടോ. രാത്രി മുഴുവനായിട്ട് ഉറങ്ങാതെ കരച്ചിലായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ പകലും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ലാതിരുന്നത് കേട്ടോ. ഇപ്പോഴും ഭേദമായിട്ടൊന്നുമില്ല, ചെറിയൊരു മാറ്റം ഉണ്ട് എന്ന് പറയാം. എന്നിരുന്നാലും ഒരു വലിയൊരു ഭേദം എന്ന് പറയാനില്ല കേട്ടോ. ഒരു 20% കുറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും കരഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഞാൻ വരുന്ന സമയത്തും കരയുന്നുണ്ട്, ഭക്ഷണം ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ വേഗം വന്നിട്ട് വീഡിയോ ചെയ്യാം. കാരണം ഇന്നലെ തന്നെ മുടങ്ങിയല്ലോ. അപ്പോൾ ഇന്നും ഇനി മുടക്കണ്ട, ഇത് ഞങ്ങളുടെ ഒരു ജീവിത ഉപാധി കൂടിയാണല്ലോ. അതുകൊണ്ടാണ് ഇന്നും കൂടെ മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ അലങ്കാരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ തുടങ്ങുന്നത്. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ചെറിയൊരു ഉണ്ണികൃഷ്ണനായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനാണ്. ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്, വലത്തെ കൈ കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭഗവാൻ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാനാണല്ലോ ഓരോരോ ഭക്തരും ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത്. അത് ഭഗവാനും അറിയാം. അപ്പം എന്നും വെണ്ണയും അല്ലെങ്കിൽ ഓടക്കുഴലേ കദളിപ്പഴം താമരപ്പൂവൊക്കെ പിടിച്ചിട്ടാണല്ലോ ഭഗവാൻ നിൽക്കുക. അപ്പം ഇന്ന് എല്ലാവരെയും അനുഗ്രഹിക്കാമെന്ന് ഭഗവാൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. എന്നിട്ട് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ട് നമ്മുടെ ഭഗവാനെ ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. 2 തിരുമുടി മാലകളുണ്ട്. ഒരെണ്ണം മുകളിലത്തേത് തെച്ചിയും നന്ദ്യാർവട്ട പൂക്കളും ഇങ്ങനെ ഇടകലർന്ന് കോർത്തിരിക്കുക കേട്ടോ, നന്നായിട്ട്. അപ്പോൾ തെച്ചിയാണോ ഇത് മാറി മാറി കോർത്തിരിക്കുകയല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കോർത്തിരിക്കുക. അങ്ങനെയായിരുന്നു ഒരു തിരുമുടിമാല. പിന്നെ ഒരെണ്ണം പൂർണ്ണമായിട്ടും തെച്ചിയിൽ കോർത്തതായിരുന്നു. 2 ഉണ്ടമാലകളുണ്ട് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ. 3 നിറങ്ങളുണ്ട് കേട്ടോ. അതായത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, പിന്നെ താമരയുടെ ഇതിലുണ്ട്, പിങ്ക് താമരയുടെ. അപ്പം നല്ല നിറയെ ഉണ്ടയായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ടമാല ഇനിയായിരുന്നു തടിച്ചുരുണ്ടിട്ടുള്ളത്. പിന്നെ ഒരു മാല താമരയും തുളസിയും കൂടെ, അതിങ്ങനെ മാറി മാറി കോർത്തിരിക്കുക. താമര തുളസി എന്ന് പറഞ്ഞിട്ട് പിങ്ക് താമര തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് വേറൊരു ഉണ്ടമാല ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് എല്ലാ ഭക്തർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. നന്നായി പുഞ്ചിരിച്ചിട്ടാണോ നിൽക്കുന്നത്. പീലി തിരുമുടിയൊക്കെ ചാർത്തിയിട്ട് ചെറിയൊരു ഉണ്ണിക്കണനല്ലേ, അപ്പോൾ പീലി തിരുമുടിയൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ട് നെറ്റിയിൽ ഗോപിതിലകുണ്ട്, വലിയ കാതുപൂക്കളുടെ കാതിൽ ഇങ്ങനെ ചൂടിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ മുഖം കണ്ടാൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ മാറിക്കിട്ടും. അത്ര ഭംഗിയായിട്ടാണ് ഭഗവാന്റെ ആ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നത്. പിന്നെ 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാല, പിന്നെ 2 മാലകൾ, കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ട്. ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്, വലത്തെ കൈ കൊണ്ട് എല്ലാ ഭക്തരെയും ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ആ അനുഗ്രഹം ലഭിക്കാനായിട്ട് ഓരോരുത്തരായിട്ട് ഭഗവാനെ കാണാനായിട്ട് വന്നിരിക്കുക. എല്ലാവർക്കും പ്രത്യേകമാണ് കേട്ടോ ഭഗവാൻ അനുഗ്രഹങ്ങൾ നൽകുന്നത്. എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിത്തരാനായിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതെല്ലാം മാറ്റിക്കൊടുക്കാനായിട്ടാണ് ഭഗവാനും നിൽക്കുന്നത്. അങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഭഗവാനായിരുന്നു. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ലൊരു പ്രത്യേക തിളക്കണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വീതിയുള്ള ഇങ്ങനെയാണെന്ന് തോന്നുന്നു. പട്ടുകോണൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിക്കാലുകളിലെ സ്വർണ്ണ തളകളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ രൂപം എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങൾ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.
അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ ഗണപതിയെ തൊഴാനായിട്ട് പോകാം കേട്ടോ. ഗണപതി സുന്ദരനായിട്ടിരിക്കുന്ന ഒരു മഞ്ഞ നിറത്തിലാണ് ഉടയാട. നല്ല വലിപ്പത്തിൽ ഇങ്ങനെ മഞ്ഞ ഉടയാടയുണ്ട്. അരയിൽ നല്ല ചുവന്ന പട്ടുകൊണ്ട് മുറുകെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 മാലയൊക്കെ അണിഞ്ഞിട്ട് പിന്നെ തുമ്പിയിലെ ഒരു കറുപ്പ് കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള വെളുപ്പും കറുപ്പും കലർന്നിട്ട് കല്ലുകളൊക്കെ പതിപ്പിച്ച ഒരു പ്രത്യേക അലങ്കാരമുണ്ട്, ഒരു കമ്മലൊക്കെ പോലത്തെ. അതാണ് ഈ തുമ്പിയിൽ വെച്ചിരിക്കുന്നത്. ലഡ്ഡുവൊക്കെ പിടിക്കില്ലേ, അവിടെ തുമ്പിയുടെ ആ അറ്റത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടാണ്. അത് ഒട്ടിച്ച് വെക്കുന്ന അല്ലെങ്കിൽ ചാർത്തുന്ന പൊട്ടല്ല കേട്ടോ, ഒരു ചുവന്ന മണിയാണത്. അതുകൊണ്ടൊരു പൊട്ട് പോലെ ഇങ്ങനെ വെച്ചിട്ട് 2 കാതുകളിലും കമ്മലണിഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കമ്മലുകളാണ്. അതിന് താഴേക്ക് ഇങ്ങനെ മഴത്തുള്ളി പോലെ ചുവന്ന മുത്തുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കമ്മലുകൾ അണിഞ്ഞിട്ട് പിന്നെ നെറ്റിത്തടത്തിൽ പിന്നെ ഒരു അലങ്കാരം കൂടി ഉണ്ട്. ഈ പച്ച കല്ലുള്ള ചെറിയ ചെറിയ കല്ലുകളുള്ള മാല ഉണ്ട് കേട്ടോ. ഒരു ലെയറേ ഉള്ളൂ, നല്ല ഭംഗിയുണ്ട് ആ മാല കാണാനായിട്ട്. അതിങ്ങനെ നെറ്റിത്തടത്തിൽ ചെറുതായി ഇങ്ങനെ നെറ്റിപ്പട്ടത്തിൻ്റെ അതേ ഷേപ്പല്ല, താഴേക്ക് നന്നായി ഇങ്ങനെ താഴ്ത്തിയിട്ടല്ല, എന്നാലൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിലാണ് കിരീടം ചൂടിയിരിക്കുന്നത്. ഗണപതിക്ക് സ്വർണ്ണ നിറത്തിലൊരു കിരീടമുണ്ട്, ഒരു ചുവന്ന കല്ല് നടുക്കുള്ളത്. ആ കിരീടമാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന ഗണപതിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നേരെ നമ്മൾ വന്നിരിക്കുന്നത് ഭഗവതി അമ്മേനെ തൊഴാനായിട്ട് കേട്ടോ. ശരിക്കും ഭഗവതി ഒരു അമ്മയായിട്ട് തന്നെ ഇരിക്കുന്നത്. കുറച്ച് വലിയൊരു സ്വരൂപമാണ്, നമ്മുടെ അമ്മമാരെ പോലെ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരെ പോലെ അങ്ങനെ കുറച്ച് പ്രായം ചെന്നിട്ടുള്ള ഭഗവതി അമ്മ ഉണ്ടല്ലോ, അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. വലിയ സ്വരൂപത്തിലിരിക്കുന്നത്, എന്നാൽ ചെറിയ കുട്ടിയൊന്നുമല്ല. അപ്പോൾ ആ സ്വരൂപം തന്നെ അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. വലിയ മുഖമാണെങ്കിലും ആ ശരീരമാണെങ്കിലും ഒക്കെ നല്ല വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ. ചുവടയായിട്ട് അരയിന്ന് ചുവടയായിട്ട് മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. അരയ്ക്ക് മുകളിലായിട്ട് ചുവന്ന പട്ടുകൊണ്ടാണ് കുപ്പായം പോലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണം, ഇത് ഏറ്റവും ആദ്യത്തേത് നല്ല വെളുത്ത ഈ വജ്രമാല ഉണ്ടല്ലോ, അതുപോലെ നല്ല വെളുത്ത കല്ലുകൾ കൊണ്ടുള്ള കുഞ്ഞൊരു മാല, അത് കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സ്വർണ്ണ നിറത്തിലൊരു മാല, പിന്നെ സ്വർണ്ണമണികൾ കൊണ്ടുള്ള ഒരു മാല. അതായത് ഈ അരികിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മണികളായിട്ട് ഇങ്ങനെ വലിപ്പം കൂടിയിട്ട് ഏറ്റവും നടുവിലെത്തുന്ന സമയത്ത് വലിയ സ്വർണ്ണമണികളാണ്. അങ്ങനത്തെ ഒരു മാലയാണ്. അതൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നന്നായി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ കാതുകളിൽ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ്. പിന്നെ നല്ല ഭംഗിയുള്ള മുഖച്ച കളഭം കൊണ്ടാണ് നല്ല ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടെ ഭഗവതി അമ്മയുടെ മുഖത്തിനുണ്ടായിരുന്നു. പിന്നെ കിരീടം ഭഗവതി അമ്മയുടെ ഒരു കിരീടമാണ് കേട്ടോ. അത് ചാർത്തിയിരിക്കുകയല്ല, ഒരു കിരീടം അണിഞ്ഞിരിക്കുക. ആ കിരീടത്തിൻ്റെ പ്രത്യേകത, ആ കിരീടത്തിനോടൊപ്പം തന്നെ ഈ കാതുപൂക്കളും കൂടി ഉണ്ട്, രണ്ടും കൂടെ കണക്റ്റഡാണ്. അങ്ങനെയുള്ള ഒരു കിരീടമായിരുന്നു ഇന്നലെ ശിരസിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെയും അവിടെ സ്വർണ്ണ പൊട്ടുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കിരീടത്തിന് മുകളിലായിട്ട് വേറൊരു സ്വർണ്ണ ഗോപി കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇതിന് തട്ടായിട്ടുള്ള കിരീടമാണേ. അതിൽ ഏറ്റവും മുകളിലത്തെ തട്ടിൻ്റെ ഭാഗത്തായിട്ട് ഈ ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടും കൂടിയുണ്ട്. അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയുടെ കിരീടത്തിൻ്റെ അലങ്കാരം. ഭഗവതി അമ്മയുടെ അലങ്കാരം വലിയ സ്വരൂപമായിട്ടിരിക്കുന്ന ഭഗവതിയാണ് കേട്ടോ. അപ്പോൾ ആ ഭഗവതി അമ്മയുടെ രൂപവും ആ മുഖഭാവവും എല്ലാവരും നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മേനെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അയ്യപ്പന് നല്ല സന്തോഷത്തിലായിട്ടിരിക്കുന്നത്, നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. ആ ചിരി കണ്ടാൽ തന്നെ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറും. അത്രയും സുന്ദരനായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു. മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ 2 മാലകളാണ് കഴുത്തിൽ. ഒരെണ്ണം ഒരു യഥാർത്ഥ സ്വർണ്ണമാല, പിന്നെ ഒരെണ്ണം ചാർത്തിയിരിക്കുക. ചന്ദനം കൊണ്ട് ഇങ്ങനെ ചെറുതായി ചാർത്തിയിട്ട് ഒരു സ്വർണ്ണ പൊട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാതുകളിൽ സ്വർണ്ണ പൂക്കളാണ്. ചുണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് തുറന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. നെറ്റിയിലൊരു ഗോപി വെച്ചിട്ടുണ്ട്. പിന്നെ അയ്യപ്പൻ്റെ കിരീടവും ശിരസിൽ അണിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് അലങ്കാരമുള്ളൂ. പക്ഷെ ആ മുഖത്തേക്ക് നോക്കുമ്പോണ്ടല്ലോ നല്ല സന്തോഷമാണ് നമുക്ക് തോന്നുക. അത്രയും സന്തോഷവാനായിട്ട് ചിരിച്ചുകൊണ്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും ഒന്ന് അയ്യപ്പന് നന്നായിട്ട് തൊഴുത് നമസ്കരിച്ചോളൂ. ഇനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, പ്രദോഷമാണ്. ശുക്രപ്രദോഷം അല്ലെങ്കിൽ ശനിപ്രദോഷം എന്ന് പറയാറുണ്ട് കേട്ടോ. ശരിക്കും ഇത് ഇന്നലെ പറയേണ്ടതായിരുന്നു, എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിക്കുകയാണ്. ഇന്നലെ വീഡിയോ ഇല്ലാത്തത് കൊണ്ട്, ഉണ്ണിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ എനിക്ക് പറയാനായിട്ട് സാധിക്കാതിരുന്നത്. എന്നിരുന്നാലും ഇന്ന് പ്രദോഷം നോൽക്കുന്നവരുണ്ടായിരിക്കും. ഇന്നലെ അതായത് വെള്ളിയാഴ്ച 8 മണിക്കാണ് ത്രയോദശി തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ എല്ലാം നോൽക്കേണ്ടത് ശരിക്കും ഈ പ്രദോഷം, ഈ ത്രയോദശി സന്ധ്യാസമയത്ത് വരുന്ന പ്രദോഷമാണ് നോൽക്കുക. അപ്പോൾ ഇന്നാണ് നോൽക്കേണ്ടത്. നോൽക്കുന്നവരെ ഉണ്ടായിരിക്കും കേട്ടോ. വളരെ വിശേഷപ്പെട്ട ഒരു പ്രദോഷമാണ് ഇന്നത്തെ എന്ന് പറയാറുണ്ട്. ശുക്രപ്രദോഷം അല്ലെങ്കിൽ ശനിപ്രദോഷം കേമാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പുറകിൽ ഒരു ഐതിഹ്യ കഥയൊക്കെ ഉണ്ട്, അതും കൂടെ ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ ചന്ദ്രഭഗവാൻ ഉണ്ടല്ലോ, ചന്ദ്രനെ പ്രിയപ്പെട്ട ഭാര്യ രോഹിണിയാണ്. ഏറ്റവും ഇഷ്ടമാണ് രോഹിണീനെ. അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും ചെറിയൊരു കുശുമ്പ്, എല്ലാവരും ദക്ഷൻ്റെ പുത്രിമാരാണ് കേട്ടോ.
എല്ലാവരും കൂടെ ചെന്നിട്ട് പിതാവിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞു. അതേ, രോഹിണിനെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടം, ചന്ദ്രനെ ഞങ്ങളെയൊന്നും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പിതാവല്ലേ, മക്കളല്ലേ സങ്കടം പറയുന്നത്, ചന്ദ്രനെ ശപിച്ചു. നീ ക്ഷയിച്ചു പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശപിച്ചത്. അപ്പം ഈ ക്ഷയിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതായി പോകുക എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ചന്ദ്രൻ ഇല്ലാതായി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും സങ്കടമായി. അപ്പോൾ അതിനൊരു മാറ്റം വരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ മഹാദേവനെ ഭജിക്കുകയാണ്. എല്ലാവരും കൂടെ നോൽക്കുന്ന ഒരു പ്രദോഷമാണ് ഈ ഒരു ശുക്രപ്രദോഷം എന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ നോറ്റി കഴിഞ്ഞപ്പോൾ മഹാദേവൻ പ്രസാദിച്ചു, എന്നിട്ട് അനുഗ്രഹിച്ചു. വൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അനുഗ്രഹിച്ചത്. അതായത് പിതാവ്, അതായത് ദക്ഷൻ പറഞ്ഞത് ക്ഷയിക്കട്ടെ എന്നല്ലേ, അപ്പോൾ ഇവിടെ വൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതായത് നന്നായി വരട്ടെ എന്നാണ് പറയണത്, അതായത് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന്. അങ്ങനെയാണ് ചന്ദ്രൻ പതുക്കെ പതുക്കെ ഇങ്ങനെ വലുതായിട്ട് പൂർണ്ണ ചന്ദ്രനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു കഥ ഈ ഒരു ശുക്രപ്രദോഷമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വ്രതമെടുത്ത അന്ന് ചെയ്ത അതേ വ്രതമാണ് ഈ ദിവസമാണ് വ്രതമെടുത്തത് അവരും. അതുകൊണ്ടാണ് ഇത്രയേറെ പ്രാധാന്യം ഈ ഒരു പ്രദോഷത്തിന് വന്നത്. സോറി, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇന്നലെ പറയേണ്ടതായിരുന്നു. അപ്പോൾ വ്രതം എടുത്തവരൊക്കെ നല്ല ഭംഗിയായിട്ട് അത് അവസാനിപ്പിക്കുക. ഭഗവാന്റെ നീതിയൊക്കെ കഴിച്ചിട്ടാണ് പ്രദോഷം അവസാനിപ്പിക്കേണ്ടത്. പിന്നെ ശിവക്ഷേത്രങ്ങളിലൊക്കെ പോകുക തൊഴാനായിട്ട്. അവിടെ അഭിഷേകമൊക്കെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ പാലഭിഷേകമാണ് കേട്ടോ. അപ്പോൾ പാലഭിഷേകം ചെയ്യുക. പിന്നെ വെളുത്ത വസ്ത്രം ധരിക്കുക. ഭഗവാനെ നമ്മൾ മൃഗത്തിൻ്റെ തോലുടുത്തിട്ടൊക്കെയാണ് ആ ഒരു സങ്കല്പം. പക്ഷേ വെളുത്ത വസ്ത്രം എടുത്തിട്ടുള്ള ശിവനെ ഒന്ന് സങ്കല്പിച്ച് നോക്കി നോക്കൂ. ആ രീതിയിലാണ് ഇന്നത്തെ ദിവസം ധ്യാനിക്കേണ്ടത്. നമ്മളും വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുകയാണെങ്കിൽ വെളുത്ത വസ്ത്രം ധരിക്കുക. അതൊക്കെ വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പ്രദോഷം എടുത്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എടുത്തവർ അത് വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കുക. ഇനി നമുക്ക് നമ്മുടെ ഭക്തരുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ. രാജി സന്തോഷ് എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതു നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്, ഭഗവാനെ കണ്ടിട്ടില്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് തവണ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, യാതൊരുവിധ ദോഷവും ഇല്ല കേട്ടോ. നമ്മുടെ ഗുരുവായൂരപ്പനെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരു കൊട്ടയിൽ നിറയെ ദോഷങ്ങളായിട്ട് ദോഷം വേണോ എന്ന് ചോദിച്ച് നടക്കുന്ന ഭഗവാനേ അല്ല, അനുഗ്രഹ ഭഗവാൻ നൽകുന്നത്. ഇന്നലത്തെ അലങ്കാരം തന്നെ നോക്കൂ, അനുഗ്രഹം നൽകാനായിട്ട് നിൽക്കുന്ന ഭഗവാനാ. അപ്പോൾ ഒരിക്കലും ഇനി ദോഷത്തെക്കുറിച്ച് ആരും ചിന്തിക്കരുത് കേട്ടോ. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭഗവാനേ അല്ല, നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന നമ്മുടെ സംരക്ഷകനാണ് ഭഗവാൻ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നടത്തി തരുന്ന ഭഗവാനാണ്. അപ്പോൾ ഇനി ഒരിക്കലും ഒരാളും ദോഷത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് കേട്ടോ. പിന്നെ സ്വപ്നത്തെക്കുറിച്ച് പറയാം. ഗുരുവായൂർ ക്ഷേത്രം സ്വപ്നം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമ്പലത്തിൽ നിൽക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ ഗുരുവായൂർക്ക് വരണം, ഭഗവാനെ വന്ന് കാണണം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഭഗവാനെ നമ്മൾ സ്വപ്നത്തിൽ കാണണം എന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല കേട്ടോ. അമ്പലം കണ്ടാലും മതി, അപ്പോഴും ഭഗവാനെ കാണാനായിട്ട് നമ്മൾ വരണം എന്നാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത്. ഒരുപാട് തവണ ഈ സ്വപ്നം കണ്ടു എന്ന് രാജചേച്ചി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സ്വപ്നം കണ്ടതിന് ശേഷം എപ്പോഴെങ്കിലും ഗുരുവായൂർക്ക് വന്നിരുന്നോ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നതാ. പലരുടെ അടുത്തും സ്വപ്നത്തിൽ ഭഗവാൻ ഓരോരോ നിമിത്തങ്ങളിലൂടെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഓരോരോ അനുഭവങ്ങളിലൂടെ ഭഗവാന്റെ സാന്നിധ്യം അറിയിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെയാണ് സ്വപ്നത്തിലൂടെ നമ്മുടെ ഭഗവാൻ നമ്മുടെ അടുത്ത് സംവദിക്കുന്നതാ. അങ്ങനെ വേണം കരുതാനായിട്ട്. അപ്പോൾ ഒരുപാട് തവണ സ്വപ്നം കണ്ടു, അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഭഗവാന്റെ അടുത്തേക്ക് വരണമല്ലോ, വന്നില്ലല്ലോ, ഞാൻ എത്ര തവണ സ്വപ്നത്തിൽ കാണിച്ചു തന്നു, അപ്പോൾ വേഗം വരൂ എന്നെ കാണാനായിട്ട് എന്ന് തന്നെയാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതായത് നമ്മുടെ ഓരോരുത്തർക്കും ഓരോരോ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, എന്നാലും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗുരുവായൂർക്ക് വന്നോളൂ കേട്ടോ. ഭഗവാനെ വന്ന് കണ്ട് തൊഴുതോളൂ. പിന്നെ ഇതോടനുബന്ധിച്ച് തന്നെ പിന്നെയും പലതരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ ഭഗവാനെ കാണുക, ഭഗവാൻ ഒരു ചെറിയ ഉണ്ണിയായിട്ട്, ചിലപ്പോൾ ഒരു ഉണ്ണി മാത്രമേ സ്വപ്നത്തിൽ ഉണ്ടാവുള്ളൂ കേട്ടോ, എന്തെങ്കിലും ഒരു പീലി വെച്ചിട്ടുണ്ടാവും. അതാണ് ഭഗവാന്റെ ആ ഒരു സിമ്പൽ. അത് ഭഗവാൻ തന്നെയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന സമയത്ത് ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് സ്വപ്നത്തിലെ. അതും ഇത് തന്നെ അർത്ഥാക്കുന്നേ, ഒന്ന് വന്നുകൂടി ഗുരുവായൂർക്ക് എന്നെ കാണാനായിട്ട്. നമ്മുടെ ഉണ്ണികളൊക്കെ ഇപ്പോൾ ദൂരെയൊക്കെ ആകുമ്പോൾ നമ്മൾ കാണണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കില്ലേ. ഉണ്ണികളെന്ന് ഉദ്ദേശിക്കും നമുക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ കുടുംബങ്ങളിലെ. അപ്പോൾ ആ ഉണ്ണിക്ക് അമ്മേനെ കാണണം, അപ്പോൾ അമ്മയുടെ പോലെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിച്ചില്ലല്ലോ. അതേപോലെ തന്നെ സ്വപ്നത്തിലെ ഭഗവാൻ പറയുന്നതാ. പിന്നെ ഭഗവാനെ സ്വപ്നം കാണുന്നത്, അമ്പലം സ്വപ്നം കാണുന്നത് മാത്രമല്ല കേട്ടോ, ഭഗവാന് പ്രിയപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുന്നിക്കുരു, അല്ലെങ്കിൽ ഓടക്കുഴലി, അല്ലെങ്കിൽ മയിൽപ്പീലി, ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഉടനടി ഭഗവാനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ചിന്തകൾ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. സാധാരണ ഇപ്പോൾ കുന്നിക്കുരു കണ്ടു, നമുക്കൊന്നും തോന്നിയില്ല, നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ കുന്നിക്കുരു കണ്ടപ്പോൾ അത് ഭഗവാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെ ഒരു കണക്ഷൻ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ്. കുന്നിക്കുരു കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഞ്ചാടിക്കുരു കണ്ടു കഴിഞ്ഞാൽ, മയിൽപ്പീലി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ഓടക്കുഴലി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ഇതൊക്കെ നമുക്ക് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അത് ഭഗവാൻ നമ്മുടെ അടുത്ത് സംവദിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത്
ഗുരുവായൂർക്ക് വരിക കേട്ടോ. ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഗുരുവായൂർക്ക് വരാം. ഇനിയിപ്പോൾ തൊട്ടടുത്തൊക്കെ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കും, അവിടെയൊക്കെ പോകാം. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രത്യേകതയുണ്ട്, ശരിക്കും വിളിച്ചു വരുത്തും ഭഗവാൻ. അപ്പം അങ്ങനെ സ്വപ്നം കാണുന്നവരൊക്കെ ഗുരുവായൂർക്ക് വന്നിട്ട് ഗുരുവായൂരപ്പനെ നന്നായിട്ട് തൊഴുതോളും. അതുതന്നെയാണ് പറയാനുള്ളത് കേട്ടോ. അടുത്തത് ബേബി കൊടങ്ങാട്ടിൽ എന്നൊരു ഭക്തൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ചോദിച്ച ഒരു ചോദ്യമാണ്. അടിപ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് മന്ത്രമൊന്നുമില്ല കേട്ടോ, നമുക്കറിയാവുന്ന അപ്പോൾ നാമം ചൊല്ലാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മന്ത്രങ്ങൾ അറിയാമെങ്കിൽ അത് ചൊല്ലാം. അങ്ങനെ ഇന്നത് വേണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഒന്നും അറിയാത്തവർ നാരായണ നാമം ചൊല്ലിയാൽ മതി കേട്ടോ. പിന്നെ ചില സമയത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ അടിപ്രദക്ഷിണം ചെയ്ത് നടക്കുന്ന സമയത്ത് ചിലർ പുസ്തകങ്ങൾ, ഈ ചെറിയ പുസ്തകങ്ങളുണ്ടല്ലോ, ശ്ലോകങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, നമുക്കിങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ വായിച്ചിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതും വിരോധമല്ല. ഇതിപ്പോൾ തിരക്കില്ലാത്ത സമയങ്ങളിലൊക്കെ അത് സാധിക്കുള്ളൂ. പിന്നെ ഗുരുവായൂർ ക്ഷേത്രം ആയതുകൊണ്ട് എപ്പോഴും തിരക്കുള്ള സമയമൊക്കെയാണ്, ഭക്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ കൂട്ടിമുട്ടുക അങ്ങനെയൊക്കെ വരും കേട്ടോ, നമ്മൾ ഈ പുസ്തകത്തിൽ നോക്കി നടക്കുകയാണെങ്കിൽ. അപ്പോൾ തിരക്കില്ലാത്ത സമയങ്ങളിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നാമം ചൊല്ലിയിട്ട് നടക്കാം. ഇപ്പോൾ നാരായണീയൊക്കെ ഏതെങ്കിലുമൊക്കെ ദശകങ്ങൾ കാണാതെ അറിയുന്നവരാണെങ്കിൽ അത് ചൊല്ലാം, വിരോധമല്ല. അത് ഉറക്കെ ചൊല്ലണം. ഇപ്പോൾ നാമമാണെങ്കിലും ഉറക്കെ ചൊല്ലണം എന്നല്ല കേട്ടോ, നമ്മുടെ ശ്രദ്ധ പോകരുത്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് പലരെയും കാണുക അല്ലെങ്കിൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ പോകാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ശബ്ദത്തിൽ ചൊല്ലാം, അല്ലെങ്കിൽ മനസ്സിൽ ചൊല്ലാം. അങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കാം കേട്ടോ. അത് ഏത് നാമമാണെങ്കിലും കുഴപ്പമില്ല. ഗായത്രി അറിയുന്നുണ്ടോ, ഗായത്രി ചൊല്ലാം. അല്ലെങ്കിൽ ഇപ്പോൾ കൃഷ്ണ കൃഷ്ണ ചൊല്ലാം, ഹരേ രാമ ചൊല്ലാം. ഒന്നും അറിയാത്തവർ നാരായണ നാമം ചൊല്ലാം. ഇനിയിപ്പോൾ അവിടെ വന്നിട്ട് ഓം നമ ശിവായ ആണ് നമുക്ക് ചൊല്ലാനായിട്ട് തോന്നുന്നതെങ്കിൽ അതും ചൊല്ലാം. അതിനൊന്നും അവിടെ യാതൊരുവിധ വിരോധവും ഇല്ല കേട്ടോ. ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മുടെ വേറെ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു വഴിപാടുണ്ടല്ലോ, ആ ഒരു കർമ്മം ഉണ്ടല്ലോ, അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സ് സമർപ്പിച്ച് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടിപ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഏത് നാമം വേണമെങ്കിലും നമുക്ക് ചൊല്ലാട്ടോ. ഒന്നും അറിയാത്തവർക്ക് നാരായണ നാരായണ ചൊല്ലിക്കൊണ്ട് അടിപ്രദക്ഷിണം ചെയ്യാം. ഇനി ഇന്നലെ ഒരു കോളിലൂടെ ചോദിച്ചൊരു സംശയമാണ് കേട്ടോ, വിഷ്ണുവിന് വന്നൊരു കോളാണ്. അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നത്, അവർ ഗുരുവായൂർക്ക് തൊഴാൻ വരുന്ന സമയത്ത്, ഒരു പ്രായമായിട്ടുള്ള ഒരു അച്ഛനാണ് കേട്ടോ, അവർ തൊഴാൻ വരുന്ന സമയത്ത് ഇവിടെ അമ്പലത്തിൽ നിന്ന് ഭഗവാന്റെ പ്രസാദങ്ങളായിട്ട് ഈ ഭഗവാൻ ഉടുപ്പിച്ച പട്ടുകോണകവും അതുപോലെ തന്നെ മഞ്ഞപ്പട്ടും ഒക്കെ ലഭിക്കാറുണ്ട്. അതവർ വരുന്ന സമയത്തൊക്കെ അവർക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് കുറച്ചധികം അവരുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ പഴയ ഒരു വീടാണ്, കുഞ്ഞു കുഞ്ഞു മുറികളാണ്, കുഞ്ഞു കുഞ്ഞു അലമാരകളാണ്, അതിലൊക്കെ നിറഞ്ഞിരിക്കണു, അത്ര അധികമായിരിക്കണം. അപ്പോൾ അതെന്താണ് ഇനി ചെയ്യേണ്ടത്? ഇത്രയും അധികം തീർച്ചയായിട്ടും ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഭഗവാൻ ഉണ്ടെങ്കിൽ ഭഗവാനെ ഉടുപ്പിക്കാനായിട്ട് ഒരു 4 5 എണ്ണം മാറ്റി വെച്ചാലും പിന്നെ അധികം ഉണ്ട്. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത് കേട്ടോ. അത് ചോദിക്കാനൊരു കാരണമുണ്ട്. പഴയ വിഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേടുപാടൊന്നും ഇല്ലാത്തതാണ്, നമുക്കത് ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അത് മാറ്റണം എന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ സപ്താഹമൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി, തിരികെ വേണമെന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാനായിട്ട് പാടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം പറയാട്ടോ. ശരിക്കും നമ്മുടെ കയ്യിൽ എന്താണെങ്കിലും അത് നല്ലതാണ്, അത് അധികമുണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കുക. നമുക്ക് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണല്ലോ നമുക്കത് ഭഗവാൻ നൽകുന്നത്. ഇപ്പോൾ ഇവരുടെ വീട്ടിൽ ഒരുപാടുണ്ട്, ഇതേപോലെ തന്നെ ഉള്ളവരുണ്ടായിരിക്കും. ധാരാളമായിട്ട് ഭഗവാന്റെ പട്ടുകോണകവും അതുപോലെ തന്നെ മഞ്ഞപ്പൊട്ടും ഒക്കെ വീടുകളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കാം. ഇപ്പം പിന്നെയും ഗുരുവായൂർക്ക് വരുമ്പോൾ പിന്നെയും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ തൊഴാൻ നിൽക്കുന്നവർക്ക് നമുക്കത് കൊടുക്കാട്ടോ. അതേപോലെ കുട്ടികളൊക്കെ വീട്ടിൽ വരുമല്ലോ, അപ്പോൾ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അതൊക്കെ അവർക്ക് കൊടുക്കാം. അതൊക്കെ ലഭിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടറിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുക എന്നാണ് പറയാനായിട്ടുള്ളത്. നമുക്കുള്ളത് മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇപ്പോൾ ധാരാളമായിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ധാരാളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അവിടേക്ക് പോകുന്ന സമയത്ത് അവിടെ നിൽക്കുക, വഴിയിൽ ആ പടിക്കൽ നിൽക്കുക, അവിടെ തൊഴുതിറങ്ങുന്നവർക്ക് കൊടുക്കാം. അതും അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാമല്ലോ. അങ്ങനെയാണ്, അത് തീരുന്ന വരെ കൊടുക്കുക, അപ്പോൾ അത് കഴിഞ്ഞോളും. അപ്പോൾ നമ്മളത് ഉപേക്ഷിച്ച് കളയുന്നില്ല. ഇപ്പോൾ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ പലരും കത്തിച്ച് കളയൂല്ലോ, അതുപോലെയല്ല, ഇത് ഭഗവാന്റെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനായിട്ടേ സാധിക്കില്ല. അപ്പോൾ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, അത് ആവശ്യമുള്ളവരുണ്ടായിരിക്കും, അവർക്ക് കൊടുക്കുക. അങ്ങനെ കുറേ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോളൂ കേട്ടോ. നമുക്കുള്ളത് എന്താണെങ്കിലും, ഇപ്പോൾ നമുക്ക് അധികമായിട്ടുണ്ട്, അത് പണമാണെങ്കിലും കൂടെ അതില്ലാത്തവർക്ക് കൊടുക്കാനായിട്ടൊന്ന് ശ്രമിക്കുക, അത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സന്തോഷം കൂടുതലായിരിക്കും ലഭിക്കുക, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുക. കാരണം ഭഗവാന് പ്രിയപ്പെട്ടത് നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിച്ചു.
ആ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് ഭഗവാൻ നൽകും. അത് വാങ്ങിക്കുന്ന ആൾക്കും ലഭിക്കും, അത് കൊടുക്കുന്ന ആൾക്കും ലഭിക്കും. അപ്പം അങ്ങനെ ചെയ്തോളൂ കേട്ടോ, അധികമായിട്ടുള്ളവർ. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. പിന്നെ പ്രദോഷത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രദോഷം എടുത്തവരെല്ലാവരും അത് ഭംഗിയായി തന്നെ പൂർണ്ണമായിട്ട് അത് അവസാനിപ്പിക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. ശിവക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പിന്നെ കുട്ടി കഥകളൊക്കെ ഉണ്ടെങ്കിൽ കഥകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. നാമജപവും ഞാനിന്ന് എണ്ണിക്കൊണ്ട് വന്നിട്ടില്ല. നാമജപവും കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നാമം ജപിച്ചോളൂ, ഭഗവാനെ സ്വപ്നം കണ്ടോളൂ, സ്വപ്നം കണ്ടിട്ട് ഭഗവാനെ കാണാനായിട്ട് വന്നോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.